ഇല്ല ഡാഡി, ഡാഡിക്കും മമ്മിക്കും ഒരു പരിചയമില്ലാത്തൊരു പെൺകുട്ടിയൊന്നും അല്ല. രണ്ടു പേർക്കും നന്നായി അറിയാവുന്നൊരു കുട്ടി തന്നെയാ. അറിയാവുന്ന കുട്ടിയെന്ന് മാത്രം പറഞ്ഞാ പോരാ, നിങ്ങൾക്ക് രണ്ടുപേർക്കും അവള് വലിയ ഇഷ്ടാ. ഞാൻ അവള് റിവീൽ ചെയ്യുമ്പോ പറ്റില്ല എന്ന് പറയാൻ മമ്മിക്ക് മനസ്സ് വരില്ല, ഡാഡിക്ക് ഒട്ടും മനസ്സ് വരില്ല. ആ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാ അവളോട് ഞാനിവിടെ വരാൻ പറഞ്ഞ. ഞങ്ങൾക്കറിയാവുന്ന കുട്ടി, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കുട്ടി ആരാത്? കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യ ഡാഡി. വെയിറ്റ് ചെയ്യാൻ ക്ഷമയില്ലാത്തോണ്ടാ കൈലാഷ്. മമ്മി പിന്നെ അറിഞ്ഞാ മതി. നീ എന്നോട് പറയേ. ഡാഡി പറ കൈലാഷ്. വേറെ ആരുമല്ല ഡാഡി, നമ്മുടെ പാർവതിയാ. ഡാഡിക്ക് ഓർമ്മയില്ലേ, അവളുടെ നാട്ടില് പൂജ ചെയ്യാൻ പോയപ്പോഴാ നമ്മളവളെ ആദ്യമായിട്ട് കാണുന്ന. അതിനുശേഷം എന്തുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്ക് അവളെ മറക്കാൻ കഴിഞ്ഞിട്ടില്ല. അവളെ വീണ്ടും കാണണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. അതിനുശേഷം ഞാൻ ആ നാട്ടിലും പോയിട്ടില്ല. പക്ഷേ അവൾ ഇവിടെ എത്തി. ഡാഡിക്ക് അറിയാലോ, എന്നെ കാണാൻ അവൾ മനഃപൂർവ്വം വന്നൊന്നുമല്ല. പക്ഷേ വീണ്ടും കണ്ടപ്പോ, അടുത്തിടപഴകിയപ്പോ എപ്പോഴോ എനിക്ക് അവളോട് അങ്ങനെ ഒരു ഇഷ്ടം തോന്നിപ്പോയി. സത്യം പറഞ്ഞ മമ്മിയോട് തുറന്നു പറയാൻ പേടിച്ചിട്ടാ ഞാൻ ഇത്രയും ദിവസം അത് മറച്ചു വെച്ചതാ. മമ്മി ഡാഡിയെ പോലെ അല്ലല്ലോ, അന്തസ്സും സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ വിട്ട് ഒരു കളിയില്ലല്ലോ. പക്ഷെ ഇന്ന് ഞാൻ എന്താവശ്യപ്പെട്ടാലും അത് തരുമെന്ന് ഡാഡി മമ്മി എനിക്ക് വാക്ക് തന്നില്ലേ. ആ ഒരൊറ്റ ധൈര്യത്തിലാ